എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കാൻ പറ്റൂല. പക്ഷെ പുറത്തു കൊടുക്കാൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ അത് പുറത്തു കൊടുത്തേക്ക്. അതിങ്ങനെ കൊണ്ട് നടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലടാ. ഈഗോ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ കംപ്ലീറ്റ് മാറ്റാൻ കെൽപ്പുള്ള ഒരു വെപ്പണാണ്. ഈഗോ തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കുന്നോ, എങ്ങനെ ചിന്തിക്കുന്നോ, എങ്ങനെ പെരുമാറുന്നോ ഒരാൾക്കും ഒരു സയൻസിനും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് വരെ ഒരു സയൻസും തെളിയിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറും, അടുത്ത സെക്കൻഡിൽ എങ്ങനെ നമ്മളോട് നിൽക്കുമെന്നത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്രയോ നല്ല നല്ല ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട് ഈഗോ കാരണം. പക്ഷെ ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് എല്ലാ തെറ്റുകളും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളല്ല, ഒന്നാമത്തെ കാരണം. പക്ഷെ ക്ഷമിക്കാൻ പറ്റുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. പക്ഷെ അത് തെറ്റുകളാണെന്ന് നമുക്കും അവർക്കും അറിയാം. പക്ഷെ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാവുന്നതേ ചിലപ്പോൾ അതുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള തെറ്റുകൾ നിങ്ങളോട് നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു കൊടുത്തേക്ക്. ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനില്ല. ഓക്കെ, ആ ഒരു തെറ്റ് അവരിൽ നിന്ന് സംഭവിച്ച് അവർ ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റ് ഒരാൾ നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരാളോട് ക്ഷമിക്കണമെന്ന് ഞാനും പറയുന്നില്ല. അത് ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ്. പക്ഷെ ഒരാളൊരു തെറ്റ് ചെയ്ത് ആ തെറ്റ് ചെയ്ത ആള് ആരോടാണോ തെറ്റ് ചെയ്തത് ആ ആളുകളോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്സവര് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകളോട് ക്ഷമിച്ചു കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങളില്. പിന്നെ ഈ ലോകത്ത് എല്ലാവരും എല്ലാ കാലത്തൊന്നും ഉണ്ടാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും പോവും, നിങ്ങളും പോവും, ആരെങ്കിലുമൊക്കെ ഓരോ ദിവസമായിട്ട് പോകുന്നുണ്ട്. അപ്പം ഒരുപാട് ഈഗോ പിടിച്ചു വെച്ച് വാശിയും ദേഷ്യവും ആദവും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് എത്ര കാലം നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കും? പരിധിയില്ലേ? പിന്നെ ഞാൻ പറഞ്ഞു പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ ഉണ്ടെന്ന്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അറിഞ്ഞ് വഞ്ചിച്ച കുറെ ആളുകളുണ്ടാവും. ചതിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മളെ കുഴിയിൽ കൊണ്ടിടാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ തകർന്ന് ജീവിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും വില വെക്കാതെ കുറെ ആളുകൾ ജീവിച്ചിട്ടുണ്ടാവും നമ്മുടെ കൺമുന്നിൽ. അങ്ങനെയുള്ള ആളുകളോട് ക്ഷമിച്ചു കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പരിഗണിക്കാം. അപ്പ് കൊടുക്കണം, പുറത്തു കൊടുക്കണം എന്നതിലുപരി പരിഗണിക്കാം എപ്പോ അവർ നിങ്ങളോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം അവർ ചെയ്തതൊരു തെറ്റാണ് എന്നൊരു ബോധം അവർക്ക് വന്നിട്ട് സ്വയം അവരത് മനസ്സിലാക്കി ആരോടാണോ തെറ്റ് ചെയ്തത് ആ ആളുകളോട് ക്ഷമ ചോദിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ചോദിച്ച ക്ഷമയെ നമുക്ക് പരിഗണിക്കാം. ശരിയല്ലേ? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കും, സ്വാഭാവികമാണ്. ചെറുതും വലുതുമായ തെറ്റുകൾ സംഭവിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെറ്റ് വേറെ, അബദ്ധം വേറെ. ഒന്നുകൂടെ ശരിക്കും കേട്ടോളൂ. തെറ്റ് വേറെ, അബദ്ധം വേറെ. ഇത് രണ്ടും രണ്ടാണ്, ഇത് രണ്ടും ഒന്നല്ല. അബദ്ധങ്ങൾ എന്ന് പറയുന്നത് അറിയാതെ സംഭവിക്കുന്നതാണ്. പക്ഷെ തെറ്റുകൾ ചിലപ്പോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ചതി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ഞാൻ തന്നെ എൻ്റെ ഒരു ഇൻസ്റ്റ വീഡിയോയിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ കാണാം, ചീറ്റിംഗ് ഇസ് എ ചോയ്സ്, ഇറ്റ്സ് നെവർ എ മിസ്റ്റേക്ക്. ചതി എന്ന് പറയുന്നത് അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്, ഒരിക്കലും ഒരു അബദ്ധമല്ല. കാരണം ചതിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ചതിക്കുകയാണ് എന്ന്. അബദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? അറിയാതെ സംഭവിച്ചു പോകുന്ന ഒരു കാര്യം. അതും ചതിയും ഒന്നല്ലല്ലോ. അപ്പോ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഒരാൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ആള് നിങ്ങളോട് വന്ന് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ഷമയെ നിങ്ങൾക്ക് പരിഗണിക്കാം. പക്ഷെ ആ തെറ്റെന്താണെന്നും ആ തെറ്റിന്റെ ഡെപ്ത് നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നൊക്കെ നിങ്ങൾക്കാണ് അറിയാം. സോ അത് വെച്ചിട്ട് അവരോട് വീണ്ടും ഒരു ബന്ധം തുടരണോ വേണ്ടെന്ന് നിങ്ങളുടെ തീരുമാനം. പക്ഷെ ക്ഷമ പരിഗണിക്കാം. പക്ഷെ അങ്ങനത്തെ അല്ല ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഈഗോ കാരണം പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരാതെ നഷ്ടപ്പെട്ടു പോയ, മുറിഞ്ഞു പോയ ഒരുപാട് നല്ല നല്ല കണക്ഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ ബ്യൂട്ടിഫുൾ കണക്ഷൻസിനാണ് ഞാൻ പറഞ്ഞത്. അതായത് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വഷളായി, അല്ലെങ്കിൽ പറയാതെ വഷളായ കുറെ കാര്യങ്ങൾ, ഈ രണ്ടു പേർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ മൂന്നാമത് ഒരാൾ വന്ന സമയത്ത് വലുതായി പോയ ഒരുപാട് പ്രശ്നങ്ങൾ,
ഒന്ന് സംസാരിച്ചാൽ തീരാവുന്നതായ ചെറിയ പ്രശ്നങ്ങൾ, അത് അങ്ങനെ മുറിഞ്ഞുപോയ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഒരാൾ നിങ്ങളെ ലൈഫിൽ ഉണ്ടെങ്കിൽ എടാ ഒന്ന് ആലോചിച്ച് നോക്ക്. ചിലപ്പോ നാളെ നിങ്ങൾ കേൾക്കുന്നത് ആ ആള് ഈ ലോകത്തില്ല എന്നാണെങ്കിലോ. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു ന്യൂസ് ആണെങ്കിലോ കേൾക്കണത്. ഒരു സമയത്ത് അത്രയും കണക്റ്റായ ഒരാള് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം മിണ്ടാതായി അകന്നു പോയൊക്കെ രണ്ട് വൈക്കായി എന്നൊക്കെ പറയുന്ന പോയ കുറെ ആളുകൾ പെട്ടെന്ന് ഒരു ദിവസങ്ങൾ കേൾക്കുന്നത് ആ ആളിഞ്ഞി ലോകത്തില്ല. ചിലപ്പോ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും ഒന്ന് മിണ്ടാ വെറുതെ, പക്ഷെ മേ ബി നിങ്ങളെ ഈഗോ സമ്മതിച്ചിട്ടുണ്ടാവില്ല. എടാ ഈഗോ ആണോ വലുത് അതോ ലൈഫിലെ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആണോ വലുത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ആർക്കും മുന്നിൽ നമ്മൾ ഈഗോ കാണിക്കുന്നത്? ആരോട് നമ്മൾ ഈഗോ കാണിക്കുന്നത്? എന്ത് കാര്യം ഉണ്ടതിന്? ഇല്ല, ആരൊന്നുമില്ല. ഈഗോ എന്ന് പറയുന്നത് നമ്മള് മറ്റൊരാളോട് കാണിക്കേണ്ടതല്ല. നമ്മുടെ ഉള്ളിൽ ഒരു കാര്യം ചെയ്യാൻ ഒരു മടി ഉണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് പിടിച്ച് ബാക്കോട്ട് വലിക്കുന്ന നമ്മുടെ മനസ്സുണ്ടെങ്കിൽ അതിനോടാണ് നമ്മൾ ഈഗോ കാണിക്കേണ്ടത്. അതിനെ നമ്മൾ വെല്ലുവിളിച്ച് നമ്മളോട് തന്നെ ഈഗോ കാണിച്ച് മുന്നോട്ട് വരണം. അല്ലാണ്ട് നമുക്ക് ചുറ്റുള്ള ആളുകളോടൊക്കെ എന്തിനാടാ ഈഗോ? നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുന്നു, അവരവരുടെ ജീവിതം ജീവിക്കുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മുറിഞ്ഞു പോയ നല്ല നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, അവർ ചെയ്തു പോയ തെറ്റുകളെല്ലാം നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പുറത്തു കൊടുത്തേക്ക്. വെറുതെ ഇങ്ങനെ കൊണ്ട് നടക്കണ്ട. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നാളെ ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നത് അവർ ഈ ലോകത്തില്ല എന്നാവും. പിന്നീട് നമുക്ക് ചിലപ്പോ എത്ര ശ്രമിച്ചാലും ആ ഒരു റിഗ്രറ്റ് മനസ്സിന്ന് പോലടാ. അതനുഭവിച്ച ആളുകൾക്ക് അത്രയും ഡെപ്തിൽ അത് മനസ്സിലാവും.